യേശുവിൻ്റെ എല്ലാ വിശ്വാസി സമൂഹങ്ങൾക്ക് നമസ്കാരം. ഗോഡ് ബ്ലസ് ടു ഓൾ. ഇന്ന് നമ്മൾ ഒരു പുതിയൊരു വിഷയത്തിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടി നമ്മൾ അതിനെ വിശ്ലേഷണം ചെയ്യുവാണ്. സങ്കീർത്തനം 86 അധ്യായത്തിൽ 4 വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: അടിയൻ്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ, യഹോവ നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ ഉള്ളം ഉയർത്തുന്നു. Psalms 86 chapter 86 verse 4 അല്ലെങ്കിൽ 86 അധ്യായത്തിൽ 4 വാക്യം: അടിയൻ്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ, യഹോവേ നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ ഉള്ളം ഉയർത്തുന്നു. ഈ വാക്ക് നമുക്കൊക്കെ സുപരിചിതമായ വാക്കുകളാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ട ഈ പ്രകാരമാണ്. ഇതിൻ്റെ അകത്ത് ദാവൂദ് രാജാവ് ഈ സങ്കീർത്തനത്തിൻ്റെ അകത്ത് പലവട്ടവും അദ്ദേഹത്തിൻ്റെ പ്രയാസഘട്ടങ്ങളിൽ അദ്ദേഹം യഹോവയോട് പ്രാർത്ഥിക്കുന്ന ഒരു ഘട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ പ്രകാരമാണ്: എൻ്റെ ഞാനൊരു ദാസൻ ആണ്, ആ ദാസൻ്റെ പ്രാണത്തോടുകൂടി എൻ്റെ ഹൃദയത്തെ നീ ആനന്ദിപ്പിക്കണമേ, എൻ്റെ ഉള്ളിൽ നീ ആനന്ദിപ്പിക്കണമേ, ആത്മീയ ആനന്ദങ്ങൾ എന്നിൽ ഉണ്ടാകണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്നിലേക്ക് എൻ്റെ കൈ ഉയർത്തി നിന്നിലേക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു, മനസ്സുകൊണ്ട് ഞാൻ നിന്നെ ഉയർത്തുന്നു. ഈ വാക്ക് പറയുന്ന ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടാകേണ്ടത് ആവശ്യം. നമ്മൾ ജീവനിൽ സത്യസന്ധമായ ആനന്ദം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായ നമ്മുടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മുടെ ചിന്താഗതി കൊണ്ടും നമുക്ക് പൂർണ്ണമായി യഹോവയെ ഉയർത്തപ്പെടണം. നമുക്ക് ഏത് പരിസ്ഥിതിയിലായിരുന്നാലും ശരി, നമ്മുടെ ജീവിതത്തിൽ പല പരിസ്ഥിതികളുണ്ട്. നല്ല പരിസ്ഥിതികളുണ്ട്, മോശമായ പരിസ്ഥിതികൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും വരാറുണ്ട്. സാമ്പത്തിക വിഷമങ്ങളും പ്രശ്നങ്ങളും നമുക്ക് രോഗങ്ങളും പല പരിസ്ഥിതികളും നമുക്ക് വരാറുണ്ട്. നമുക്ക് പാവങ്ങളുടെ പരിസ്ഥിതി ഉണ്ടായിരിക്കാം, അതിക്രമങ്ങളുടെ പരിസ്ഥിതി ഉണ്ടാകാം. പക്ഷേ ആ പരിസ്ഥിതിയിലെല്ലാം നമ്മൾ യഹോവയിൽ പൂർണ്ണ നിർബന്ധമായിട്ട് യഹോവയിൽ നമ്മൾ കൈ ഉയർത്തി യഹോവയെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് യഹോവയിൽ കംപ്ലീറ്റ് ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ട ഒരു ആവശ്യമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത്, ഈ പദത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ദാവൂദ് രാജാവ് പ്രാർത്ഥിക്കുന്നത് ഈ പ്രകാരമാണ്: ദാസൻ്റെ പ്രാണനെ ആനന്ദിക്കണമേ ദൈവമേ. ദാസൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? പൂർണ്ണമായിട്ട് യഹോവയിൽ അടിച്ചുറച്ച് നമ്മൾ അദ്ദേഹത്തിൽ പൂർണ്ണ ഹൃദയത്തോടുകൂടി അതിൽ വിശ്വസിക്കുന്ന വ്യക്തിയെയാണ് അതിൻ്റെ ദാസൻ നമ്മൾ പറയപ്പെടുന്നത്. പ്രാണൻ എന്ന് നമ്മൾ പറയുന്നത്, ഈ വാക്കിൽ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ ഭാവനകളും നമ്മുടെ ആത്മാവും എല്ലാം ഒന്നുചേർന്ന് നമ്മൾ യഹോവയിലേക്ക് നമ്മൾ ആശ്രയിക്കുമ്പോഴാണ് ആ പ്രാണൻ എന്ന് നമ്മൾ പറയപ്പെടുന്നത്. ദാവൂദ് രാജാവ് നമ്മുടെ ബാഹ്യമായ സുഖങ്ങൾക്ക് വേണ്ടിയല്ല ദാവൂദ് രാജാവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മീയപരമായി ആന്തരികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദത്തിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ യഹോവയിലേക്ക് നമുക്ക് ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് എറ്റർണൽ ലൈഫ് നമുക്ക് ദൈവത്തിൽ കിട്ടത്തുള്ളൂ. അങ്ങനെ അതിനു വേണ്ടിയാണ് ഈ ദാവൂദ് രാജാവ് ആ ആനന്ദത്തിന് വേണ്ടി, യഹോവയുടെ ആനന്ദത്തിന് വേണ്ടിയാണ്, അതായത് ആത്മീയ ആനന്ദത്തിന് വേണ്ടി, ഫിസിക്കൽ ആനന്ദത്തിന് വേണ്ടിയല്ല അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ദുഃഖത്തിലും പ്രയാസത്തിലും എല്ലാം ഇരിക്കുമ്പോഴും നമ്മുടെ ഈ യഹോവയിൽ പൂർണ്ണ സാമർഥ്യത്തോടുകൂടി ഉറച്ച പ്രാർത്ഥനയോടുകൂടി നമ്മൾ ദൈവത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ദാവൂദ് രാജാവ് പറയുന്നത്: യഹോവേ എൻ്റെ മനസ്സ് നിന്നിലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സ് ഉയർത്തുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അല്ലെ നിന്നിലേക്ക് ചേർക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് നിന്നിൽ ഞാൻ സമർപ്പിക്കപ്പെടുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സ് എൻ്റെ എല്ലാം ഞാൻ നിന്നിൽ സമർപ്പിക്കപ്പെടുന്നു. അങ്ങനെ സമർപ്പിക്കപ്പെടുന്നവനെയാണ് മനസ്സിൽ ഉയർത്തപ്പെടുന്നു, യഹോവയെ ഉയർത്തപ്പെടുന്നു, അല്ലെങ്കിൽ യഹോവയായിട്ട് ചേരുന്നു എന്ന് പറയപ്പെടുന്നത്. അങ്ങനത്തെ ഒരു ആശയമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ദാവൂദ് രാജാവ് ഇവിടെ ഈ പറയുന്നത്, ഞാൻ ഈ പ്രശ്നങ്ങളും
പരിസ്ഥിതികളിലും അല്ല ഞാൻ നോക്കുന്നത്. ഞാൻ ഈ സമയത്തും എന്ത് പരിസ്ഥിതിയായാലും ഞാൻ നിന്നെ മാത്രമേ നോക്കുന്നുള്ളൂ, നിന്നെ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. റാവുത്ത് രാജാൻ മനസ്സിലായി കഴിഞ്ഞു. അദ്ദേഹം യഹോവയിൽ മാത്രം നോക്കിയെങ്കിലേ ഈ മോശമായ പരിസ്ഥിതികളും എല്ലാ പരിസ്ഥിതികളും ഇതൊക്കെ ഭൗതികപരമായ പരിസ്ഥിതികളാണ്. ഈ ഭൗതികപരമായ പരിസ്ഥിതിയിൽ കൂടി അദ്ദേഹത്തിന് എറ്റർണൽ ലൈഫ് നമുക്ക് അദ്ദേഹത്തിന് കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ആത്മീയപരമായ പരിസ്ഥിതിയിലാണ് അദ്ദേഹം ജീവിക്കേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് ആ ഒരു ശിക്ഷ നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഗ്രഹിക്കേണ്ടതായി ആവശ്യമാണ് ഈ വചനത്തിൽ കൂടി. അദ്ദേഹം അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന എപ്പോൾ നമ്മുടെ മനസ്സ് എങ്ങോട്ട് പോകുന്നോ നമ്മുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷനും അങ്ങോട്ട് പോകും. നമ്മുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഡയറക്ഷനെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴാണ്. അപ്പം നമ്മുടെ ഏത് പരിസ്ഥിതിയിലായിരുന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഡയറക്ഷനെ ആത്മീയപരമായിട്ട് നമ്മൾ ഡയറക്ഷനിലേക്ക് നമ്മൾ തിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും യഹോവയിലേക്ക് നമുക്ക് അടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രകാരമാണ്. ജീവൻ നമുക്ക് ചിന്തയോ അല്ലെങ്കിൽ ശാന്തിയോ നമുക്ക് മനസ്സിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഓരോരുത്തരും മനസ്സിൽ ചിന്തിക്കുന്ന എന്തോ ആണ്, എനിക്ക് വലിയ ജോലിയുണ്ട്, എനിക്ക് നല്ല ധനങ്ങളുണ്ട്, എനിക്ക് നല്ല കുടുംബങ്ങളുണ്ട്, പരിവാരങ്ങളുണ്ട്, മക്കളുണ്ട്, കുഞ്ഞുമക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എന്താണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ശാന്തിയില്ല. ആ മനസ്സിൻ്റെ ഉള്ളിൽ മനസ്സ് ചഞ്ചലപ്പെട്ട് നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് അദ്ദേഹത്തിന് അധീനമായി നിൽക്കുന്ന വ്യക്തിയാണ്. ആ പ്രശ്നങ്ങളെല്ലാം വ്യക്തിപരമായിട്ട് ആ വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എങ്ങനെ ദാവൂദ് രാജാവിന് എല്ലാ രാജകൊട്ടാരങ്ങളും ഉണ്ടായിട്ട് എല്ലാ അസുഖങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഒരു മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ചഞ്ചലപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അദ്ദേഹം ചെയ്തു പോയ പാപം, ആ പാപത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഈ ഒരു തീരുമാനത്തിലേക്ക് മാറി എന്ന് പറയാം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭൗതികപരമായ എല്ലാ സുഖങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ ഭൗതികപരമായ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആത്മീയപരമായ ശാന്തി സമാധാനം നമുക്കില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് നമ്മുടെ ഈ സമർപ്പണം ഇല്ലാതെ വരും, ദൈവത്തിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാ സുഖങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് ഭൗതികപരമായ സുഖം കൊണ്ട് നമ്മുടെ ജീവിതത്തിനെ നമുക്ക് അനന്ത ജീവിതത്തേക്ക് നമ്മളെ തിരിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അനന്ത ജീവിതത്തേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് മനസ്സിൽ ആത്മീയപരമായ ശാന്തി നമ്മുടെ മനസ്സിൽ വളർത്തിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ യഹോവയിലേക്ക് അടുക്കാനായിട്ടും ഏത് പരിസ്ഥിതിയിലായാലും ഏത് രീതിയിലായിരുന്നാലും ഭാവിപരമായ എല്ലാ ചിന്തകളും നമ്മൾ വിട്ടേച്ച് യഹോവയിലേക്ക് നമ്മൾ ചേരണമെന്ന് പറയപ്പെടുന്നത്. നമ്മൾ ഇവിടെ കാണപ്പെടുന്ന പ്രാർത്ഥനയിൽ യഹോവയിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാ പരിസ്ഥിതിയിലും നമുക്ക് ആനന്ദിക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ആനന്ദത്തിൽ കൂടെ നമ്മുടെ എല്ലാ പരിസ്ഥിതികളും മാറിക്കിട്ടും. നമ്മുടെ ദൃഷ്ടികൾ, നമ്മുടെ മനസ്സിൻ്റെ ദൃഷ്ടികൾ ഏത് ദിശയിലൊക്കെ നമ്മൾ ചിരിക്കുന്നോ അതുപോലാണ് നമ്മുടെ ആത്മീയ വളർച്ചയെ നമ്മൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അതിനൊരു ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ് പിതാവിൻ്റെ അന്ധകാരമായ ഒരു റൂമിൽ നിൽക്കുന്ന സമയത്ത് ആ പിതാവിൻ്റെ കയ്യിൽ പിടിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് ആ റൂമിൽ ആ കുഞ്ഞ് പിതാവിനെ പിടിക്കുന്നത്. അദ്ദേഹത്തിന് പേടിയില്ലാതാണ് ആ പിതാവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും. നമ്മൾ ഈ അന്ധകാരമായ ജീവിതത്തിൽ നമ്മൾ പാപത്തിൻ്റെ അന്ധകാരമായ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ നിശ്ചയമായിട്ടും ഈ പറയുന്ന നമ്മുടെ കയ്യിൽ സ്വർഗീയ പിതാവ് നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് പേടിയില്ല. നമ്മൾ ധൈര്യത്തോടുകൂടി ആനന്ദത്തോടുകൂടി നമ്മൾ ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കിട്ടുന്നത്. അതിനാണ് ആത്മീയ ആനന്ദം നമുക്ക് വേണമെന്ന് ദാവൂദ് രാജാവ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നതും. ഇത് ഈ നമ്മൾ മനസ്സ് എങ്ങോട്ട് നമുക്ക് താണു പോകുന്നോ നമ്മുടെ ജീവിതം അവിടത്തേക്ക് തകർന്നു പോകുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയർത്തി വയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിനെ തകർക്കാതെ, നമ്മുടെ ജീവിതം തകർക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ഉയർത്തി വെച്ചുകൊണ്ട് യഹോവയിലേക്ക് നമ്മൾ ചേർക്കപ്പെടണം. അപ്പോഴാണ് യഹോവയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രകാരം, യഹോവയിലേക്ക് ഞാൻ നിൻ്റെ മനസ്സിനെ ഉയർത്തപ്പെടുത്തുന്നു എന്ന് നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിനെ നിന്നിലേക്ക് ഉയർത്തപ്പെടുത്തുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ
ഈ സ്വർഗീയ ആനന്ദത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഇറക്കി വരുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ ഈ വാക്കുകൾ ഈ സങ്കീർത്തനത്തെ 86 അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്ന സത്യസന്ധമായ ആനന്ദം എന്ന് പറയുന്നത് യഹോവയിൽ നിന്ന് വരുന്നതാണ്. ഒന്ന്. രണ്ടാമത്, നമ്മുടെ മനസ്സിൻ്റെ ഏത് പരിസ്ഥിതിയിലായാലും യഹോവയിലേക്ക് നമ്മൾ ഉയർത്തപ്പെട്ടുമ്പോൾ എന്താവശ്യപ്പെടുന്നു അത് നമുക്ക് അത് നമുക്ക് യഹോവയിലേക്ക് യഹോവയിലേക്ക് നമ്മുടെ മനസ്സിനെ ചേർക്കപ്പെടുമ്പോൾ നമുക്ക് സത്യസന്ധമായ ആനന്ദം നമുക്ക് കിട്ടുന്നു. നമ്മൾ നേരെ മറിച്ച് അതുപോലെ സ്വയം നമ്മളെ ദാസനായിക്കൊണ്ട് നമ്മൾ യഹോവയിലെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മളെ ചേർക്കപ്പെടുമ്പോൾ നമ്മൾ നിശ്ചയമായിട്ടും നമുക്ക് അത് യഹോവയിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ അദ്ദേഹത്തിൽ പൂർണ്ണ സമർപ്പണത്തോടുകൂടി നമ്മൾ ചേരുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് യഹോവയിലേക്ക് ഉയർത്തപ്പെടും. അങ്ങനെ വരുമ്പോൾ നിശ്ചയമായിട്ട് ഈ 86-ാം അധ്യായത്തിൽ നമുക്ക് പറഞ്ഞ മാതിരി ദാസൻ പറയുന്ന ദാവൂദ് രാജാവ് പറയുന്ന പോലെ ഈ പറയുന്ന പ്രാണൻ എൻ്റെ പ്രാണനെ ആനന്ദിപ്പീൻ, ഞാൻ എൻ്റെ മനസ്സുകൾ നിന്നിലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന് പറയുന്നത് ഇതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇറക്കണം. എല്ലാം ഈ വചനം നമുക്ക് എല്ലാവർക്കും പ്രയോജനകരമായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വചനത്തിനനുസരിച്ച് നമ്മൾ ഉയർത്തപ്പെട്ട് നമ്മൾ ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇറ്റർണൽ ലൈഫിലേക്ക് നമുക്ക് തിരിയാൻ സാധിക്കത്തുള്ളൂ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു.